ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി നമ്മളെ ആവശ്യങ്ങൾ നേടുവാൻ വേണ്ടി തരുന്നത് നമ്മളുടെ ആവശ്യപ്പെടുന്ന ആ കാര്യമല്ല. പക്ഷെ അതിനുപരി ദൈവം നമ്മൾക്ക് ദാനമായി തരുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ, ദൈവത്തിൻ്റെ ഉടമ്പടികൾ നമ്മൾക്ക് വെളിപ്പെടുത്തി തരികയും അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യത്തിലേക്കും നമുക്ക് പ്രവേശിക്കുവാൻ പറ്റും. നമുക്കൊരു സൗഖ്യമാണെങ്കിൽ ആ വചനം പറയുന്നുണ്ട് എവിടെയാണ് സൗഖ്യമുള്ളത്. ദൈവം നമ്മളെ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ പേര് യഹോവ റാഫയാണെന്നും ആ ദൈവം യേശുക്രിസ്തു നമുക്ക് വേണ്ടി മുറിവേൽക്കപ്പെട്ട് നമുക്ക് സൗഖ്യം 2000 വർഷം മുമ്പ് ആ കുരിശിൽ നമുക്ക് അവർക്ക് വ്യക്തിപരമായി സൗഖ്യം നേടി തന്നിട്ടുണ്ട് എന്നുള്ള ദൈവത്തിൻ്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി തരും. അപ്പോൾ ദൈവം നമുക്ക് ദൈവത്തിൻ്റെ ദാനങ്ങൾ തരുന്നത് ദൈവത്തിൻ്റെ വചനം വഴിയാണ്. ആ വചനം നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനമാകുന്ന പരിശുദ്ധാത്മാവിനെ വേണം. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളിൽ സഹോദര സഹോദരി നമ്മൾ ചോദിക്കേണ്ടത് നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ചോദിക്കണം, പരിശുദ്ധാത്മാവിനെ ചോദിക്കണം, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ മനസ്സിലാക്കാനുള്ള ആ കൃപയ്ക്ക് വേണ്ടി ചോദിക്കണം. അപ്പോൾ നമുക്ക് ആവശ്യങ്ങളിലേക്ക് എല്ലാം പ്രവേശിക്കുവാൻ പറ്റും. പലപ്പോഴും ഇതിലാണ് വ്യത്യാസം. പല വ്യക്തികളും ദൈവത്തോട് ചോദിക്കുന്നത് എന്താണ്? എനിക്കൊരു സൗഖ്യം വേണം, അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുന്ന ഒരു വിടുതൽ വേണം, അല്ലെങ്കിൽ എനിക്ക് വേറെ ഏതെങ്കിലും മേഖലയിലാണെങ്കിൽ എനിക്ക് അവിടെ ഒരു നേട്ടം ഉണ്ടാകണമെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ചോദിക്കേണ്ടത് ദൈവത്തിൻ്റെ യഥാർത്ഥത്തിൽ ആ വിലയേറിയ ആ ശാശ്വതമായ ആ ഒരു ദാനത്തെയാണ്. അതാണ് പരിശുദ്ധാത്മാവ്. Are you with me? അപ്പോൾ നമ്മൾ തേടേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. ആ ആത്മാവിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദര സഹോദരി നമ്മളുടെ ആവശ്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. അതുകൊണ്ട് ഫിലിപ്പിയർ ലേഖനം 4-ാമത്തെ അധ്യായം 19-ാമത്തെ വചനത്തിൽ ദൈവം പറയുന്നുണ്ടല്ലോ, മൈ ഗോഡ് ഷൽ സപ്ലൈ ഓൾ യുവർ നീഡ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ക്രൈസ്റ്റ് ജീസസ് വിത്ത് ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം വായിക്കാം, 14-ഉം 15-ഉം. അവിടെ പറയുന്നുണ്ട് പലപ്പോഴും നമ്മൾ ആ ദൈവത്തിൻ്റെ ആത്മാവിനെ അല്ല നമ്മൾ തേടുന്നത്, ആഗ്രഹിക്കുന്നത്, പക്ഷേ ലൗകികരമായ ചില കാര്യങ്ങളെയാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പാപത്തിലേക്ക് ദൈവം നമുക്ക് ദാനമായി തരുന്ന അല്ല അനുഗ്രഹമായി തരുന്നത് തന്നെ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റി പാപത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. 14-ഉം 15-ഉം. 1 James 1:14-15. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെടുകയാലാകുന്നു. സ്വന്തം മോഹങ്ങൾ. അപ്പോൾ നമ്മൾ കാണുന്നതെല്ലാം ജഡത്തിലാണ് നമ്മൾ കാണുന്നത്. ആ മോഹങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നു, അത് നമ്മളെ വശീകരിക്കുകയാണ്. ബാക്കി അടുത്ത വെച്ച് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ലൗകികരമായ ചില കാര്യങ്ങൾ ചോദിച്ച് അത് നേടിക്കഴിയുമ്പോൾ അത് നമ്മളെ പാപത്തിലേക്കും ആ പാപം നമ്മളെ അവസാനം മരണത്തിലേക്കും നയിക്കുകയാണ്. ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു സാമ്പത്തിക മേഖലയിൽ വലിയൊരു അഭിവൃദ്ധി വേണം എന്നും അങ്ങനെ വലിയൊരു നേട്ടം വേണമെന്നും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ദൈവം ആ പ്രാർത്ഥന കേട്ട് തന്നെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുകയാണ്? ആ ധനം തന്നെ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുകയും അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു പോയതിൻ്റെ അടിസ്ഥാനം നമുക്ക് നിത്യനാശത്തിലേക്ക് പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് സഹോദര സഹോദരി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിച്ച് ചോദിക്കേണ്ടത്. കാരണം എല്ലാ നല്ല ദാനങ്ങളും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അടുത്ത വചനം 17-ാമത്തെ വചനം. എല്ലാ നല്ല ദാനങ്ങളും പൂർണ്ണ വരങ്ങളൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവനിൽ മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഇല്ല. അപ്പോൾ എല്ലാ നല്ല ദാനവും എവിടെ നിന്നാണ് വരുന്നത്? സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. ആ ദാനം പരിശുദ്ധാത്മാവ് തന്നെയാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനം 4-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം ആ സമരിയക്കാരി സ്ത്രീയോട് യേശുക്രിസ്തു ഒരു സംഭാഷണം ഉണ്ടാവുകയാണ്. അവിടെ പറയാം, ജീസസ് ആൻസർഡ് ആൻഡ് സെഡ് ടു ഹർ, ഇഫ് യു ന്യൂ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, if you knew the gift of God, and who is it who says to you, give me a drink, you would have asked him and he would have given you living water. അവിടെ പറയാണ്, ആ സമാര്യക്കാരി സ്ത്രീ അവിടെ വന്നത് വെള്ളം കോരുവാനാണ്. യേശുക്രിസ്തു പറയാണ്, ദൈവത്തിൻ്റെ ദാനം നീ എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വെള്ളത്തിന് പകരം ഞാൻ പരിശുദ്ധാത്മാവിനെ നിനക്ക് തരുമായിരുന്നു എന്ന്. അങ്ങനെ പരിശുദ്ധാത്മാവിനെ തന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ വചനം പറയുകയാണ്, 13-ാമത്തെ വചനം പറയണം, ജീസസ് ആൻസർഡ് ആൻഡ് സെഡ് ടു ഹർ, whoever drinks of this water will thirst. കാരണം ലൗകികരമായ നമുക്ക് എന്തെങ്കിലും ദാനങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനൊരു അവസാനം ഉണ്ടാവും, അത് ദീർഘകാലം നിൽക്കുകയില്ല. പക്ഷെ ദൈവം പിന്നെ അടുത്ത വചനം പറയണം, but whoever drinks of the water that I shall give him, he will never thirst, but the water that I shall give him will become in him a fountain of water springing up into everlasting life. അപ്പോൾ നമ്മൾ തേടേണ്ടത് ഒന്ന് വായിച്ചു, യോഹന്നാൻ 4:10-13-14. നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ. യേശു അവളോട്,
ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. കാരണം നമുക്ക് ഇവിടെ എത്ര സമ്പത്ത് കിട്ടിയാലും നമുക്ക് അതിന് പോരാ, അല്ലെങ്കിൽ എത്ര ആരോഗ്യം കിട്ടിയ ലാസറസ് ഉയർത്തെഴുന്നേറ്റു, അല്ല ദൈവം അതിന് ലാസറസിന് ജീവൻ കൊടുത്തു, എങ്കിലും അവൻ മരിച്ചു. അപ്പോൾ ലൗകികതയിൽ അല്ലെങ്കിൽ ജഡത്തിൽ നമുക്ക് എന്ത് നേട്ടമുണ്ടെങ്കിലും അതിനൊരു അവസാനം ഉണ്ടാവും. പക്ഷേ നമുക്ക് നിത്യജീവന് ഒരിക്കലും ഒരു അവസാനം ഉണ്ടാകുകയില്ല. ആ നിത്യജീവൻ്റെ ഉറവിടം യേശു ക്രിസ്തു തന്നെയാണ്. പരിശുദ്ധാത്മാവ് വഴി നമുക്ക് ജീവൻ ദൈവം തരികയാണ്. പിന്നെ 14-ാമത്തെ വചനം വായിച്ചേ. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരിക്കലും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ തേടേണ്ടത് ആ ശാശ്വതമായ ദൈവത്തിൻ്റെ ദാനമാണ്. അതാണ് പരിശുദ്ധാത്മാവ്. പിന്നെ 15-ാമത്തെ വചനം വായിച്ചേ. സ്ത്രീ അവനോട്, യജമാനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടം വരെ വരാതെ ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അവൾക്ക് മനസ്സിലായി, ഇനി പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു അനുഗ്രഹമല്ല എനിക്ക് വേണ്ടത്, പക്ഷേ എൻ്റെ അനുഗ്രഹം ഇനി പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ഇവിടെ വന്ന് കോരേണ്ട വെള്ളമല്ല എനിക്ക് വേണ്ടത്, അതിനുപരി എനിക്ക് വേണ്ടത് നിത്യജീവൻ്റെ ജലമാണ്. യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്ത ആ ജലമാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ തേടേണ്ടത് ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്, അല്ലാതെ നമ്മൾ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടേണ്ട ചില നേട്ടങ്ങളല്ല എന്നുള്ളത്. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, ആ ജീവൻ്റെ ഉറവിടമായ യേശു ക്രിസ്തുവിനെ നമ്മൾ സ്വന്തമാക്കുവാനും ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മൾ ഉണ്ടാകുവാനും ആ ജലത്തിൽ നമ്മളിൽ നിന്ന് പുറപ്പെടണം ഒരു ജീവൻ്റെ ലിവിങ് വാട്ടേഴ്സ് വി മസ്റ്റ് ഫ്ലോ ഔട്ട് ഓഫ് us. അങ്ങനെ ഒരു അവസ്ഥ വേണമെന്നുണ്ടെങ്കിൽ വിശ്വാസം നമ്മൾക്ക് വേണം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 37, 38, 39 വചനങ്ങൾ വായിക്കുകയാണ്. വായിക്കുക. അവിടെ ഉത്സവത്തിന്റെ മഹാദിനമായ അവസാന നാളിൽ യേശു നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞത്, ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അതുവരെയും തേജസ്കരിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ ആത്മാവ് നൽകപ്പെട്ടിരുന്നില്ല. ഹല്ലേലൂയ. ഈ വചനങ്ങൾ വായിക്കുകയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അവിടെ ഒരു ദാഹം വേണം. ദാഹം എവിടെയാണ് നമുക്ക് അതിനൊരു ആശ്വാസം കിട്ടുന്നത്? യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ആ ജലം ദൈവം നമുക്ക് തരുന്ന ആ ജലം നമ്മൾ കുടിക്കുമ്പോൾ നമ്മൾക്ക് ഒരു ആശ്വാസം കിട്ടും. അങ്ങനെ ആ ആശ്വാസം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ യേശുവിൽ വിശ്വസിക്കണം. നമ്മളുടെ ഹൃദയത്തിൽ നിന്നാണ് ആ ദൈവത്തിൻ്റെ ആ സ്നേഹവും ദൈവത്തിൻ്റെ സമൃദ്ധിയും നമ്മളിൽ നിന്ന് പുറപ്പെടുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം നൽകപ്പെടുന്നത് ആർക്കാണ്? യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്കാണ് ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ദൈവം കൊടുക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 33 മുതൽ 35 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ ദൈവം പറയുന്നുണ്ട്, ആ ഹൃദയത്തിൽ നിന്നാണ് നമ്മളുടെ എല്ലാ ദുഷ്ടചിന്തകളും വരുന്നത്. ആ ഹൃദയമാണ് നമ്മൾ ശുദ്ധീകരിക്കേണ്ടത്. ആ ഹൃദയം നമ്മൾ യേശു ക്രിസ്തുവിന് സമർപ്പിച്ച് കഴിയുമ്പോൾ ഫ്രം ദ ഹാർട്ട് വിൽ കം ഔട്ട് റിവേഴ്സ് ഓഫ് ലിവിങ് വാട്ടേഴ്സ് എന്ന് വായിക്കോ. ആ 34-ാമത്തെ വചനം ഒന്ന് വായിക്കോ. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിക്കുവാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായ സംസാരിക്കുന്നത്. അതെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ യേശു ക്രിസ്തുവിനെ ആത്മാവിലാൽ നിറഞ്ഞു കഴിയുമ്പോൾ the living waters will flow out of your heart, out of your belly will flow out the rivers of living waters. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ആ യേശുവിനെ നമ്മൾ സ്വന്തമാക്കാനാണ് നോക്കേണ്ടത്. പിന്നെ മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 3-4 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്കറിയാം സാത്താൻ യേശുവിനെ വന്ന് പരീക്ഷിക്കുകയായിരുന്നു. അവിടെ പറയുന്നത്, now when the tempter came to him he said, if you are the son of God, command that these stones become bread. But he answered and said, it is written, man shall not live by bread alone but by every word that proceeds from the mouth of God. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ആ യേശുവിന് ആ കല്ല് അപ്പമാക്കി മാറ്റാൻ പറ്റാഞ്ഞിട്ടല്ല, പക്ഷേ ദൈവം പറയുന്നത് യഥാർത്ഥമായ എൻ്റെ അപ്പം ഈ നമ്മൾ തിന്നുന്ന ശാരീരികമായ ആ അപ്പമല്ല, ലൗകികമായ അപ്പമല്ല, പക്ഷേ ദൈവത്തിൻ്റെ വചനമാണ് നമ്മളുടെ അപ്പം എന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞു വരുന്നതാണ്, നമ്മൾ തേടേണ്ടത് ലൗകികമായ ചില കാര്യങ്ങളല്ല, അതിനുപരി നമ്മൾ തേടേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ ആത്മാവിനെയാണ്. വായിച്ചേ മത്തായി 4:3. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിനവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നമ്മളുടെ അപ്പത്തിൻ്റെ ആവശ്യം എവിടെയാണ് അത് നിറവേറുന്നത്? എവിടെയാണ് അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്?
അപ്പത്തിൻ്റെ ആവശ്യം നമുക്ക് എവിടെയാണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്? ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ, അപ്പം ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ്. അപ്പോൾ നമ്മളുടെ അപ്പം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു മീൻ, അല്ലെങ്കിൽ നമുക്ക് മുട്ട, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യവും എവിടെയാണ് നമ്മൾ തേടേണ്ടത്? യേശുവിൻ്റെ വചനത്തിലാണ് നമ്മളത് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ആശ്രയിക്കേണ്ടത് വചനത്തിലായിരിക്കണം. അല്ലാതെ നമ്മൾ താൽക്കാലികമായി ചില നേട്ടങ്ങൾ കിട്ടുവാൻ വേണ്ടി അല്ല നമ്മൾ നോക്കേണ്ടത്. അതിനുപരി ആ വചനം നമ്മൾ സ്വന്തമാക്കുമ്പോൾ, യേശുവിനെ ഞാൻ സ്വന്തമാക്കുമ്പോൾ, യേശുവിനും when I seek his kingdom, യേശുവിൻ്റെ സ്വർഗരാജ്യവും അവൻ്റെ നീതിയും ഞാൻ തേടുമ്പോൾ, എനിക്ക് ആവശ്യമുള്ള അപ്പവും എനിക്ക് ആവശ്യമുള്ള മുട്ടയും എനിക്ക് ആവശ്യമുള്ള മീനും, ഞാൻ ഉദാഹരണം പറയാണ് ചോദിച്ചതിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് അല്ലെ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മൾക്ക് ചേർക്കപ്പെടും. അപ്പോൾ നമ്മൾ യേശുവിനെയാണ്, ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനം പരിശുദ്ധാത്മാവ് തന്നെയാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം, അവിടെ യേശുക്രിസ്തു നമ്മളോട് സംസാരിക്കുകയാണ്. ആൻഡ് ഐ വിൽ പ്രേ ദ ഫാദർ ആൻഡ് ഹി വിൽ ഗിവ് യു അനദർ ഹെൽപ്പർ ദാറ്റ് ഹി മേ അബൈഡ് വിത്ത് യു ഫോറെവർ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പോൾ ദൈവത്തിന് അറിയാം, യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് കഴിയുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം ഇവിടെ പരിശുദ്ധാത്മാവ് വഴിയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഈസ് ആക്ച്വലി ദ സ്പിരിറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നിലുണ്ട്, യേശുക്രിസ്തു എന്നിലുണ്ട്. ആ യേശുക്രിസ്തു, ആ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരുന്നത് എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറുവാൻ വേണ്ടിയാണ്. നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നതെല്ലാം പരിശുദ്ധാത്മാവ് വഴി നമ്മൾക്ക് നിറവേറുവാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ യോഹന്നാൻ 15:26 പിന്നെയും പറയുന്നുണ്ട്, ആൻഡ് when the helper comes whom I shall send to you from the Father, the Spirit of truth who proceeds from the Father, he will testify of me. He will testify of me. ഒന്ന് വായിച്ചേ. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയക്കുന്ന കാര്യസ്ഥൻ, പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. എന്താണ് എന്നെക്കുറിച്ച്? ദൈവത്തിൻ്റെ വചനത്തെ. he will testify about the word. he will reveal the word. he will reveal the truth that is in the word. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കറിയാം, യോഹന്നാൻ 6:45 പറയുന്നുണ്ട്, that everyone shall be taught by God. അപ്പോൾ യേശു നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് എന്തിനാണ്? മുഖ്യ കാര്യം ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിച്ച് അതിന് മനസ്സിലാക്കാനുള്ള കഴിവ് തരുവാൻ വേണ്ടിയാണ്. It is to reveal the heart of God, to reveal the covenant of God, to reveal the promise of God, so that we can live based and depending on the word of God. Are you with me? We can live, നമുക്ക് നമ്മുടെ ക്രിസ്ത്യ ജീവിതം വചനത്തെ ആശ്രയിച്ച് ജീവിക്കുവാൻ വേണ്ടി. കാരണം മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ടല്ല, മനുഷ്യൻ ജീവിക്കുന്നത് എല്ലാ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന എല്ലാ വചനം കൊണ്ടാണ്. അതുകൊണ്ടാണ് റോമാർക്കുള്ള ലേഖനം 1-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം പറയുന്നത്, നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുന്നത്. The just shall live by faith. Faith in the gospel of Christ, of which he is not ashamed. Are you with me? അവൻ ലജ്ജിക്കാതെ ആ വചനത്തെ മുറുകെ പിടിച്ചാണ് നീതിമാൻ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ തേടേണ്ടത് സഹോദര സഹോദരി ഈ ലൗകികരമായ കാര്യങ്ങളെ അല്ല നമ്മൾ തേടേണ്ടത്. നമ്മൾ തേടേണ്ടത് ഈ വചനത്തെക്കുറിച്ചുള്ള അറിവിന് വേണ്ടിയാണ്. ഈ വചനത്തിൻ്റെ ഒരു വെളിപാടിനെ നമ്മൾ തേടേണ്ടത്. അത് നമ്മൾ തേടുമ്പോൾ ഈ വചനത്തിൽ ദൈവം നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി വാഗ്ദാനം ചെയ്ത എല്ലാം നമ്മൾക്ക് സ്വന്തമായി നമുക്ക് പ്രാപിക്കാൻ പറ്റും. Are you with me? ഹല്ലേലൂയ, ഹല്ലേലൂയ. ബിക്കോസ് നമ്മൾ നേരത്തെ പല പ്രാവശ്യം കേട്ട് മനസ്സിലാക്കിയ ഒരു സത്യം ഇതാണ്, ദൈവത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അനുഗ്രഹം വചനമാണ്. ആ വചനത്തിൻ്റെ മഹത്വമാണ് നമ്മൾ കണ്ണുകൾ കൊണ്ട് കാണുന്നതും നമ്മൾ തൊടുന്നതുമൊക്കെ ആയത്. ദാറ്റ് ഈസ് ഓൺലി ദ ഗ്ലോറി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ബട്ട് ദ റിയൽ ഗിഫ്റ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. പിന്നെ യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 32-ാമത്തെ വചനം പറയുന്നുണ്ട്, നീ സത്യം അറിയുകയും ആ സത്യം നിന്നെ സ്വതന്ത്രനാകും. സഹോദര സഹോദരി, ഏറ്റവും വലിയ സത്യം നമ്മൾ അറിയേണ്ടതാണ്, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ടല്ല. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ടല്ല എന്നുള്ള ആ സത്യമാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. ആ സത്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പല പല ബന്ധനത്തിൽ നിന്ന് എനിക്കൊരു മോചനം കിട്ടും. ഞാൻ ആശ്രയിക്കുന്ന പല കാര്യത്തിൽ നിന്ന് എനിക്കൊരു മോചനം കിട്ടും. പല പല നുഖങ്ങളും തകർന്നു പോകും. ഐ വിത്ത് മീ, പല ബന്ധനങ്ങളും തകർന്നു പോകും. കാരണം ഇന്ന് മനുഷ്യൻ യേശുക്രിസ്തുവിനെ പിന്തുടരാതിരിക്കുന്നതിൻ്റെ കാരണം അവരുടെ ആശ്രയം ദൈവത്തിൻ്റെ വചനത്തിലല്ല. അവരാശ്രയിക്കുന്നത് മനുഷ്യനെ അല്ലെ മനുഷ്യൻ്റെ ചില സംവിധാനങ്ങളെയാണ്. അങ്ങനെ വരുമ്പോഴാണ് അത് ഒരു ബന്ധനമായിട്ട് യേശുക്രിസ്തുവിനെ അനുഗമിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ പോവുകയാണ്. അവരുടെ ജീവിതം ഒരു ബന്ധനത്തിൻ്റെ ജീവിതമാണ്. ഐ വിത്ത് മീ. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ആ അഭിഷേക പുഷ്ടി, ദൈവത്തിൻ്റെ അഭിഷേക പുഷ്ടി എല്ലാ മുഖങ്ങളെയും തകർക്കും. ഹല്ലേലൂയ. നീ സത്യം അറിയുകയും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യം നീ അറിയുകയും ആ സത്യം നിന്നെ സ്വന്തരാക്കും.
സത്യം എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം പറയുന്നുണ്ട്, നിന്റെ വചനമാണല്ലോ സത്യം. യുവർ വേർഡ് ഇസ് ട്രൂത്ത് ഓ ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ആ ദൈവത്തിൻ്റെ വചനമാണ് എന്നെ സ്വതന്ത്രനാക്കുന്നത്. Are you with me? ആ വചനം മനസ്സിലാക്കണം. അപ്പോൾ നാളെ ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറുന്നത് എവിടെ നിന്നാണ്? ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ നിന്നാണ്. Are you with me? നമ്മളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറുന്നത് ഈസ് ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്. ബിക്കോസ് ദ വേർഡ് ഓഫ് ഗോഡ് ഇസ് ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ്. അവൻ്റെ വാഗ്ദാനങ്ങളാണ് ഇത്. ആ വാഗ്ദാനങ്ങളൊന്നും മാറിപ്പോവുകയില്ല. അപ്പോൾ ദിസ് ഇസ് ദ വൈറ്റൽ നോളജ് ദാറ്റ് എവറി ബിലീവർ നീഡ്സ് ടു നോ. ബിക്കോസ് അവൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ വചനമായിരിക്കണം. പിന്നെ എഫിഷ്യൻസ് 1-ാമത്തെ അധ്യായം 13-ാമത്തെ വചനവും പറയുന്നുണ്ട്. 13-14 ഒന്ന് വായിക്കുക സിസ്റ്റർ. എഫിഷ്യൻസ് 1:13-14. നിങ്ങളുടെ രക്ഷയുടെ സുവിശേഷമായ സത്യവചനം കേട്ട് അവനിൽ വിശ്വസിച്ചവരായ നിങ്ങളെയും വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവൻ മുദ്ര വച്ചിരിക്കുന്നു. തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി അവൻ വീണ്ടെടുക്കുന്നതുവരെയും പരിശുദ്ധാത്മാവ് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടേണ്ട ഏറ്റവും വലിയ ദാനം പരിശുദ്ധാത്മാവ്. 1-2 വചനങ്ങൾ, വാക്കുകൾ അവിടെ നോക്കുകയാണ്. ഒന്ന്, വിശ്വസിച്ചത്. എന്താണ് വിശ്വസിച്ചത്? ദൈവത്തിൽ നിന്ന് കേട്ട വചനങ്ങൾ വിശ്വസിച്ചു. അത് എന്ത് വചനമായിരുന്നു? നിന്റെ രക്ഷയുടെ വചനങ്ങളായിരുന്നു. ആ വചനങ്ങൾ ഞാൻ വിശ്വസിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഉറപ്പ് ചെയ്യുന്ന ആ പരിശുദ്ധാത്മാവിനെ എനിക്ക് ദൈവം നമുക്ക് തരികയാണ്. ആ ദൈവം ഈസ് എ ഗ്യാരണ്ടീഡ്. പരിശുദ്ധാത്മാവ് ഒരു ഉറപ്പാണ്. എന്താണ്? എൻ്റെ അവകാശം. അവകാശം എവിടെയാണ്? സ്വർഗത്തിൽ. ദൈവത്തിൻ്റെ മകളുമായിട്ട് ജീവിക്കുവാൻ, ഈ ലോകത്തിൽ ജീവിക്കുവാനും മരണം കഴിഞ്ഞ് യേശുവിനോട് കൂടെ പിതാവിനോട് കൂടെ സ്വർഗത്തിൽ ജീവിക്കുവാനുള്ള എന്നുവരെയാണ് പരിശുദ്ധാത്മാ ദൈവം ഇവിടെ തന്നിരിക്കുന്നത്. നമ്മളോട് ഇവിടെ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ, നമ്മൾ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോഴുമുണ്ട്, നമ്മൾ ദൈവത്തോടു കൂടി ആയിരിക്കുമ്പോഴും അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മൾ ആരാണെന്ന് അവിടെ പറയുന്നുണ്ട്. വി ആർ ഹിസ് പർച്ചേസ് പൊസഷൻ. ദൈവം വിലയ്ക്ക് വാങ്ങിക്കപ്പെട്ട വ്യക്തികളാണ്. എന്തിനാണ് ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചത്? അവൻ്റെ മഹത്വത്തിന് വേണ്ടി. ഈ വചനം വായിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള ഒരു ആലോചന തന്നെയാണ് ഈ വചനത്തിലുള്ളത് സഹോദര. അപ്പോൾ പരിശുദ്ധാത്മാവാണ്, ആ പരിശുദ്ധാത്മാവ് വഴി മാത്രമേ നമുക്ക് ആ ദൈവത്തിൻ്റെ ആ ഹിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ പറ്റുകയുള്ളൂ. ഐസപ്രവാചന പുസ്തകം 43-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം അവിടെ വായിക്കുകയാണെങ്കിൽ, For I will pour water on him who thirsts and floods on the dry ground. I will pour my spirit on your descendants and my blessings on your offspring. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളൊക്കെ, അനുഗ്രഹങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പല ഇടങ്ങളിൽ അവിടെ പറയുന്നത്, ഞാൻ നിനക്ക് പരിശുദ്ധാത്മാവിനെ ഞാൻ തരും എന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ തന്നു കഴിയുമ്പോൾ നമ്മൾക്ക് എല്ലാം കിട്ടും സഹോദര. അപ്പോൾ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കേണ്ടത് എന്തിനാണ്? പരിശുദ്ധാത്മാവിനെയാണ്. അല്ല നമ്മളൊരു കാറോ വീടോ അങ്ങനെ അതിനെ അല്ല ആഗ്രഹിക്കേണ്ടത്. അതിനുപരി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ഞാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ദൈവം നമ്മൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം പറഞ്ഞു, നീ ചോദിച്ചാൽ നീ തരാതിരിക്കുമോ? അപ്പോൾ പരിശുദ്ധാത്മാവ് ഞാൻ സ്വന്തമാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദാനങ്ങളെല്ലാം വെളിപ്പെടുത്തി തരും. വചനത്തിലൂടെ വചനമാകുന്ന ദാനം വെളിപ്പെടുത്തി തരും. ഒന്ന് വായിക്കുക, ഐസയ 44:3. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നമുക്കറിയാം വചനത്തിൽ വെള്ളം, നീരൊഴുക്കൊക്കെ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നതാണ്. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിൽ അവസാനിക്കുന്നില്ല. It will come down to our children and to the descendants. Hallelujah. നമ്മളിന്ന് ലോകത്തിൽ ഇത്രയധികം പ്രയത്നിക്കുന്നത് എന്തിനാണ്? നമ്മളുടെ മക്കൾക്കും മക്കളുടെ മക്കളുടെ മക്കൾക്കും ഒക്കെ ഉണ്ടാക്കി വെക്കാനായിട്ട്. സഹോദര സഹോദരി, നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, I will pour my spirit on your descendants and my blessings on your offspring. അപ്പോൾ ദൈവം തന്നെ പറയുകയാണ്, നീ പരിശുദ്ധാത്മാവിനെ നീ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്വന്തമാക്കി എൻ്റെ അനുഗ്രഹങ്ങൾ വഴി നിൻ്റെ മക്കൾക്കും മക്കളുടെ മക്കളുടെ മക്കളും എല്ലാവരും ആ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കീഴിൽ വരുമെന്നുള്ളത്. ഹല്ലേലൂയ. പിന്നെ സങ്കീർത്തനം 143:6 കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ സഭയിൽ പറഞ്ഞതാണ്, I spread out my hands to you, my soul longs for you like a thirsty land. ഹല്ലേലൂയ. നമ്മൾക്ക് ആ ആത്മാവിന് വേണ്ടി ഒരു ദാഹം വേണം. നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ പാടുന്നതാണ് അല്ലേ, ആസ് എ ഡിയർ പാന്റത്ത് ഫോർ ദ വാട്ടേഴ്സ് സോ മൈ സോൾ ലോംഗത്ത് ഫോർ ദീ. അല്ലേ, ഒരു മാൻപേട വെള്ളത്തിന് വേണ്ടി എങ്ങനെയാണ് ദാഹിച്ചു പോകുന്നത്, അതുപോലെ തന്നെ എൻ്റെ ആത്മാവ് നിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി തേടുകയാണെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു തേഴ്സ്റ്റ് വേണം. നമുക്കറിയാം, ഒരു വരണ്ട ഭൂമിയിൽ കുറച്ച് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ദി എർത്ത് ജസ്റ്റ് അബ്സോർബ്സ് ദ വാട്ടർ. അല്ലേ, ആ വെള്ളം പെട്ടെന്ന് കാണുകയില്ല, എല്ലാം ഇറ്റ് ഇസ് അബ്സോർബ് ബൈ ദ എർത്ത്. അതുപോലെയാണ് നമ്മൾ ദാഹിക്കുന്ന ഒരു ജനമായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം
സാന്നിധ്യത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ജനമായിരിക്കണം. അതുകൊണ്ട് ജോൽ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 28-ാമത്തെ വചനത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദാനമുണ്ട്, ഐ വിൽ pour out my spirit on all flesh in those days, അല്ലേ? അപ്പോൾ ദൈവം ഒരു വാഗ്ദാനം തന്നിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാവർക്കും ദൈവം തരുമെന്നുള്ളത്. അത് സ്വീകരിക്കുവാനും ആ ദൈവത്തെ സ്വന്തമാക്കുന്നതും നമ്മളുടെ ഒരു തീരുമാനമാണ്. But the spirit of the living God is available for all. Are you with me? ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവർക്കും ഉള്ളതാണ്. അത് വ്യവസ്ഥ ഇല്ലാത്തതാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വ്യവസ്ഥയുള്ളതാണ്. ആ വ്യവസ്ഥ എന്താണ്? ഞാൻ ആ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കണം. ഞാൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് സ്വന്തമാക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പിന്നെയും നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തനം 2-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെ വചനങ്ങൾ വായിക്കുകയാണ്. അവിടെ പറയുന്നുണ്ട്, ചേച്ചി ഒന്ന് വായിക്കോ, അപ്പോസ്തല പ്രവർത്തനം 2:1 മുതൽ 4 വരെ. അവിടെ എങ്ങനെയാണ് ആ 120 പേര് ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അതവർ ഇരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അതവരിൽ ഓരോരുത്തരുടെയും മേൽ ആവസിച്ചു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ അവിടെ നമുക്കറിയാം 120 പേരും ഒരേ മനസ്സിൽ ഒരേ ആവശ്യത്തിന് വേണ്ടി കൂട്ടിയിരിക്കുകയായിരുന്നു. അവർ ദൈവത്തിൻ്റെ സാന്നിധ്യം, പരിശുദ്ധ ദൈവകാരണം യേശു വാഗ്ദാനം ചെയ്താണ്, ഐ വിൽ സെൻഡ് ദ ഹോളി സ്പിരിറ്റ് എന്നുള്ളത്. അതിനു വേണ്ടി അവർ കാത്തിരുന്നു. സഹോദര സഹോദരി, നമ്മൾ എപ്പോഴും ദൈവത്തിന് വേണ്ടി എപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നുവോ, ദൈവത്തെ എപ്പോൾ നമ്മുടെ ഹൃദയം കൊണ്ട് തേടുന്നുവോ, ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടും. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ദർ ഇസ് എൻ എംപവർമെൻറ്റ് ദറ്റ് കംസ്. കാരണം അവിടെ ഇരുന്ന 120 പേര് ആ മുറിയിൽ നിന്ന് പുറത്തോട്ട് വന്നത് പഴയ ആൾക്കാർ പോലെയല്ല. ദേ വർ ഫിൽഡ്. ദർ വാസ് എ ഗ്രേറ്റ് ഡിഫറൻസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദിയർ ലൈഫ്. അവരുടെ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസം സംഭവിച്ചു. എന്ന് വെച്ചാൽ അവരുടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവരുടെ മധ്യേ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം തന്നെ പറയുന്നുണ്ട്, അങ്ങനെ പേടി, വളരെയധികം ഭയമുണ്ടായിരുന്ന പത്രോസ് ഒരു വലിയൊരു ആ ഭയമെല്ലാം പോയി എല്ലാവരുടെ മുമ്പിലും യേശു ക്രിസ്തുവിനെ ഉയർത്തി സംസാരിക്കുവാനും, അങ്ങനെ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, ആ ദിവസം തന്നെ ഒരേ ദിവസം തന്നെ 3000 പേര് തന്നെ യേശുവിനെ സ്വീകരിച്ചു. അങ്ങനെ നമ്മൾക്ക് തന്നെ നമ്മളൊരു പുതിയ സൃഷ്ടിയാകുകയാണ്. ആ സൃഷ്ടിയാകുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ടാണ്. പിന്നെ ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 24-ാമത്തെ വചനം പറയുന്നുണ്ട്, കൺസിഡർ ദ റേവൻസ് ഫോർ ദേ നൈദർ സോ നോർ റീപ്സ്. എന്ന് വായിക്കാമോ? കാക്കയെ നോക്കുവിൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിന് സംഭരണശാലയോ കളപ്പുരയോ ഇല്ല, എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. പറവജാതികളെക്കാൾ നിങ്ങൾ എത്രയോ വിലപ്പെട്ടവർ. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്. ഇന്നത്തെ നിയമങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, ഇന്നത്തെ നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള ചില നിയമങ്ങൾ നോക്കുകയാണെങ്കിൽ, എനിക്ക് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, എനിക്ക് കൊല്ലുവാൻ പറ്റുന്ന കാക്ക മാത്രമേ ഉള്ളൂ. ഞാൻ വേറെ ഏതെങ്കിലും ഒരു പക്ഷിയെ കൊന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു ഗവൺമെൻറ്റിന് എൻ്റെ എതിരായിട്ട് ഒരു കേസ് എടുക്കാം. അത് വലിയൊരു കുറ്റമാണ്. നമുക്കറിയാം, ഈ വൈൽഡ് ലൈഫ് പ്രിസർവേഷൻ ആക്ട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ, നമുക്ക് വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്ന ആ ചട്ടം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾ ഒരു മൃഗത്തിനെയോ ഒരു പക്ഷിയോ ഏത് പക്ഷിയെ കൊന്നാലും അത് ഇറ്റ്സ് എ ബിഗ് ഒഫൻസ്. കാക്കയെ കൊല്ലാം. അപ്പോൾ ഈ ആർക്കും വേണ്ടാത്തതും ഒരു വലിയ ശല്യമായതുകൊണ്ടാണ് ഈ കാക്കയെ കൊല്ലാന്ന് വെച്ചത്. അങ്ങനെയുള്ള കാക്കയെ പോലും നമ്മളുടെ സ്വർഗസ്ഥനായ ദൈവം കാത്ത് പരിപാലിച്ച് നയിക്കുകയാണ്. Are you with me? Even the ravens are looked after by God. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെ എന്തുമാത്രം ദൈവം നോക്കും, സഹോദര സഹോദരി. കാരണം ദൈവത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ഒന്നിനും കൊള്ളുവാൻ പറ്റാത്തതും കൊല്ലുവാൻ സമ്മതമുള്ളതും ആ കാക്കയെ പോലും ദൈവം കാത്ത് പരിപാലിക്കുന്നുണ്ട്. അങ്ങനെ പരിപാലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സ്വന്തം മക്കളെ എന്തുമാത്രം ആ ദൈവം കാത്ത് പരിപാലിക്കും. We must understand the heart of God. ഇതാണ് ദൈവത്തിൻ്റെ ഹൃദയം മനസ്സിലാക്കണം. And that heart is revealed in His word. ദൈവത്തിൻ്റെ വചനത്തിലൂടെ മാത്രമേ ദൈവത്തിൻ്റെ ഹൃദയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. So we need an intimate knowledge of the word. ആ intimate knowledge, ആ അറിവ് എവിടെ നിന്നാണ് കിട്ടുന്നത്? പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും.
അപ്പോൾ നമ്മൾക്ക് വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾക്ക് ആവശ്യമുള്ളത് എന്താണ്? വി നീഡ് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ദ ലിവിങ് ഗോഡ്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വേണം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ലൂക്കയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 38 മുതൽ 42 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്കറിയാം മർത്ത ആൻഡ് മേരി അവർ യേശുവിന് വളരെ സ്നേഹമുള്ള, ലാസറസ് സഹോദരനും യേശുവിന് വളരെയധികം സ്നേഹമുള്ള ഒരു കുടുംബമായിരുന്നു. അപ്പോൾ അവിടെ ആ വചനത്തോടെ വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം മർത്തായും മേരിയും 2 കാര്യങ്ങൾ തിരഞ്ഞെടുത്തു. മേരി എന്താ തിരഞ്ഞെടുത്തത്? യേശു ക്രിസ്തുവിനെ കാൽക്കലിരുന്ന് യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങൾ കേൾക്കുവാൻ വേണ്ടി. മർത്ത എന്താ തിരഞ്ഞെടുത്തത്? യേശുവിനെ വേണ്ടി ശുശ്രൂഷിക്കുവാൻ വേണ്ടി. 2 നല്ല കാര്യങ്ങളാണ്. പക്ഷേ യേശു അവിടെ പറയുന്നുണ്ട് മേരി ഏറ്റവും നല്ലത് തിരഞ്ഞെടുത്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? ദൈവത്തിൻ്റെ കാൽക്കലിരുന്ന് ദൈവത്തിൻ്റെ വചനങ്ങൾ ശ്രവിക്കുക. കാരണം അതാണ് ഏറ്റവും വലിയ ദാനം. ആ വചനമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. ആ വചനം നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെയാണ് നമ്മൾ സ്വന്തമാക്കുന്നത്. അല്ലാതെ നമ്മൾ അപ്പത്തെയോ മുട്ടയോ മീനിനെ അല്ല തേടേണ്ടത്. അതിനുപരി നമ്മൾ ചോദിക്കേണ്ടത് എന്തിനാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താണ്. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾ അത് ആത്മാവും ജീവനുമാണ്. It is spirit. The words that I speak to you, they are spirit and they are life. Hallelujah. They are spirit and they are life. അപ്പോൾ നമ്മൾ തേടേണ്ടത് സഹോദര സഹോദരി ദൈവത്തിൻ്റെ വചനമാണ് യഥാർത്ഥത്തിലുള്ള അനുഗ്രഹം. അപ്പോൾ നമ്മളുടെ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ നമ്മൾ ചോദിക്കണം, പിതാവേ ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു സാന്നിധ്യം, ഒരു വെളിപാട്, വചനത്തിൻ്റെ ഒരു വെളിപാട് എനിക്ക് തരണമേ. കാരണം അങ്ങ് എനിക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട്. അതൊന്ന് വായിച്ച് മനസ്സിലാക്കുവാനും അത് വിശ്വസിക്കുവാനുമുള്ള ആ കൃപ എനിക്ക് തരണമേ. അത് കിട്ടുമ്പോൾ സഹോദര, ഞാൻ പറയട്ടെ സഹോദരി, ദാറ്റ് ദ ലോർഡ് വിൽ പ്രൊവൈഡ് എവറി നീഡ് ഓഫ് യുവേഴ്സ്. അതാണ് പൗലോസ് വഴി ദൈവത്തിൻ്റെ വചനം പറയുന്നത്. മൈ ഗോഡ് ഷൽ സപ്ലൈ all my needs according to his riches in Jesus Christ by his glory. According to his glory in Jesus Christ. Hallelujah. Philippians 4:19. എൻ്റെ ദൈവമോ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ മഹത്വത്തോടെ നിറവേറ്റിത്തരും. അപ്പോൾ ദൈവത്തിൻ്റെ ധനം എനിക്ക് തരികയാണെങ്കിൽ ഏറ്റവും വിലപിടിപ്പുള്ള ധനം എന്താണ്? പരിശുദ്ധാത്മാവ്. That is the most priceless gift of God. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, if only you knew who is speaking to you. If only you knew who was speaking to you. If only you knew who was asking you for a drink of water. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്, if only you knew who is speaking to you. If only you knew who is speaking to you, you would ask him for the living waters, and you will not ask for the water from the well of Jacob. Are you with